ശ്രീ മോഹൻ വർഗീസ്, ഇറാനെ ആക്രമിച്ചു ഇസ്രയേൽ. ടെഹ്റാനിൽ വലിയ വ്യോമാക്രമണമായിരുന്നു. ഇപ്പോൾ തിരിച്ചടിക്കുള്ള തുടക്കം ആരംഭമായിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ എന്താകും സംഭവിക്കുക? അടിയും തിരിച്ചടിയുമായി ഇറാൻ ഇസ്രായേൽ സംഘർഷം മുന്നോട്ട് പോകുന്നു. തീർച്ചയായും ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ പാഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ അതുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചൊരു വിവരമില്ല. നോക്കൂ, ഇസ്രായേൽ ഇറാനെ വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ടാണ് കാണുന്നത്. കാരണം നാളുകളിൽ ആണവ ആയുധം കൈവരിച്ചു കഴിഞ്ഞാൽ, ആണവ സാങ്കേതിക വിദ്യ സമ്പുഷ്ടീകരിച്ച് ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ നീങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഭൂമുഖത്ത് അധിവസിക്കാനാവില്ല എന്നൊരു ചിന്ത, ഒരു സെക്യൂരിറ്റി പാരഡൈം എന്ന നിലയിൽ, ഒരു സെക്യൂരിറ്റി ത്രെട്ട് എന്നുള്ള നിലയിൽ ഇസ്രായേൽ കാണുന്നു. അതുകൊണ്ട് ഏത് വിധേനയും ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇറാന്റെ സൈനിക ശേഷിയും അവസാനിപ്പിക്കുക. ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ ആക്രമിക്കുന്നത് പോലെ ലഘുവാണോ? ഇറാൻ എന്ന് പറയുന്നത് ഒരു വലിയ മിലിറ്ററി സ്റ്റേറ്റ് ആണ്. വളരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ആയത്തുള്ള ഖമൈനി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നോക്കൂ, ഇവിടെ റവല്യൂഷണറി ഗാർഡിന്റെ ചീഫ് ഹുസൈൻ സലാമിയെയും അലി ഷംഖാനിയെയും അടക്കം കൊലപ്പെടുത്തിയ ഈ ആക്രമണത്തിന് നിശ്ചിതമായ തിരിച്ചടി ഇറാനിൽ നിന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ ലെബനനെ ആക്രമിച്ചതുപോലെയോ ഹമാസിനെ ആക്രമിച്ചതുപോലെയോ ഉള്ള ഒരു ചെറിയ കോണ്ടെക്സ്റ്റിൽ മാത്രമായി ഇത് ഒതുങ്ങില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഒതുങ്ങില്ല. ഇതൊരു വിശാല ക്യാൻവാസിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. ചുരുങ്ങിയ ക്യാൻവാസിൽ പ്രോക്സി വാർ എന്ന നിലയിലേക്ക് കാണാനാവില്ല. നേരിട്ട് രണ്ട് വൻ ശക്തികൾ, ആ പ്രദേശത്തെ രണ്ട് വലിയ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ബഗാരിയെ വധിച്ചിരിക്കുന്നു. ഹുസൈൻ സലാമിയെ വധിച്ചിരിക്കുന്നു. IRGC ചീഫ് ഹുസൈൻ സലാമിയെ വധിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനിയുടെ പ്രധാന ഉപദേഷ്ടകനെ വധിച്ചിരിക്കുന്നു. ഈ നഥാൻസ് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ, ന്യൂക്ലിയർ ആ ഒരു സംവിധാനത്തിന് നേരെ വലിയ ഏതാണ്ട് 13ഓളം കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം ഈ ന്യൂക്ലിയർ എൻഗേജ്മെന്റ് അമേരിക്കയും ഇറാനും നടത്താനിരിക്കെ ഈ നഥാൻസിൽ അടക്കം ആക്രമണം നടത്തുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇതിൽ പങ്കാളിയല്ല, ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 19 ബേസുകളുണ്ട് ഗൾഫ് മേഖലയിൽ അമേരിക്കയെ സംബന്ധിച്ച്. അപ്പോൾ അമേരിക്കൻ താവളങ്ങളിലേക്ക് അടക്കം ആക്രമണം സ്വാഭാവികമായും അമേരിക്കയും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇറാൻ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ തയ്യാറാവുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇറാൻ അങ്ങനെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് ഉടനടി ആക്രമണം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ ഇസ്രായേലിന് നേരെ ഇറാൻ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇവിടെ നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ്. കാരണം ഇറാന്റെ പ്രോക്സികളെല്ലാം തന്നെ ദുർബലമായിരിക്കുന്നു. ഹമാസ് അതീവ ദുർബലമായിരിക്കുന്നു. പിന്നെ ഗാസയിലെ ഹമാസ് ദുർബലമായി, അതുപോലെ ലെബനനിലെ ഹിസ്ബുള്ള ദുർബലമായിരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. ഹൂതികൾ, യമനിലെ ഹൂതികളെ ഇനി പൂർണ്ണമായി ആശ്രയിക്കാനാവില്ല ഇറാൻ. കാരണം ആ പ്രദേശത്തെ ബാബൽ മന്ദേബ് കടന്നു വരുന്ന ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹൂതികൾ കഴിയുമായിരുന്നു. ആ ഹൂതികൾക്ക് നേരെയും ഇസ്രായേൽ വലിയ ആക്രമണമാണ്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വലിയ ഭീഷണി തന്നെയാണ്. തിരിച്ചും ഇസ്രായേലിന് ഇറാനും ഭീഷണി തന്നെയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞു പിടിച്ച് സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും അതുപോലെ സൈന്യത്തിന്റെയും റവല്യൂഷണറി ഗാർഡിന്റെയും തലപ്പത്ത് ഉള്ളവരെയും ആക്രമിക്കാൻ മുൻകൂട്ടി അത് ഇസ്രായേലിന്റെ ഒരു ഫൈനൽ അസാൾട്ടായി കാണാമോ? ഇറാനെ അറിയപ്പെടുന്നത് തന്നെ ഒരു നിരാളിയായിട്ടാണ്. ഈ നിരാളിയുടെ തല എന്നുള്ളത് ഇറാനും അതിന്റെ കൈകളായി ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയവ ഈ നിരാളികളുടെ കൈകളായുമാണ് പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത്. നമുക്കറിയാം, ഹിസ്ബുള്ളയെ ആക്രമിച്ചു, ലെബനനിൽ കയറി ആക്രമിച്ചു, ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തി, ഹൂത്തികളെ ആക്രമിക്കുന്നു, ഹമാസിനെ ആക്രമിക്കുന്നു, യഹ്യാ സിൻവർ അടക്കമുള്ള മഹ്മൂദ് സിൻവർ അടക്കമുള്ള നേതാക്കളെ വധിക്കുന്നു. അപ്പോൾ ഈ നീരാളിയുടെ കൈകൾ വെട്ടുന്നു, പിന്നെ തലയെ തന്നെ ആക്രമിക്കുന്നു എന്നൊരു ഫൈനൽ അസോൾട്ടിലേക്ക് ഇസ്രായേൽ കടന്നതാണോ നമ്മൾ ഇന്നലെ കണ്ടത്? ഒരേ സമയത്ത് വിവിധ കൈകളെ ആക്രമിക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു ഇസ്രായേൽ. ഈ നേരത്തെ പറഞ്ഞ നീരാളിയുടെ എല്ലാ കൈകളെയും ആക്രമിച്ചു, അതേസമയം പിടിച്ചു നിൽക്കുകയും ചെയ്യണം. നീരാളിയുടെ തലയെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര കൈകളെ ആക്രമിക്കുന്നത് പോലെ ലഘുവായ ഒരു കാര്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ 5 റൗണ്ട് ചർച്ചകളാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ. ഇപ്പോൾ 5 റൗണ്ട് ചർച്ചകളാണ് റോമിൽ വെച്ച് നടന്നതും ഒമാന്റെ മസ്കറ്റിൽ വെച്ച് നടന്നതുമായ ചർച്ചകൾ. 6ാം റൗണ്ട് ചർച്ചകളുടെ മധ്യയാണ് ഇപ്പോൾ അതിനുള്ള തീയതി തീരുമാനിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഏകപക്ഷീയമായി ഇറാന്റെ മേൽ ഇസ്രായേലിന്റെ റോക്കറ്റുകൾ പതിക്കുന്നത്. ഇവിടെ നോക്കൂ, ഏകപക്ഷീയമായി ഇത്രത്തോളം പ്ലാൻഡായ ഒരു അറ്റാക്ക്, ഇത്രത്തോളം ആക്രമണോത്സുകമായ ഒരു ആക്രമണം ഉണ്ടായതിന്റെ സാഹചര്യം എന്താണ്? സ്വാഭാവികമായും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കും
എന്ന് കരുതി ആകില്ലല്ലോ ഈ ആക്രമണം ഉണ്ടാവുക. അപ്പോൾ ഇതിനൊരു തുടർച്ച വലിയ തോതിൽ ഉണ്ടാകില്ലേ? ദീർഘകാലത്തേക്ക് പോകാനുള്ള സാധ്യതയില്ലേ? അതുകൊണ്ടാണ് ഇതൊരു വേവ് ഓഫ് അറ്റാക്ക് ആണ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അതൊരു വൺ ടൈം അറ്റാക്ക് അല്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ പിന്നെ പഹൽഗാമിന് മറുപടി എന്ന നിലയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു സീരീസ് ഓഫ് അറ്റാക്സ് ആണ് എന്ന് പറയുന്നത് പോലെ നിർത്തിവെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് പുനരാരംഭിക്കും എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ അതിനെ കണ്ടതും. ഇത് തുടരും എന്ന രീതിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേലിന് നേരെ വരുന്ന ത്രെട്ട് പൂർണ്ണമായി അവസാനിക്കാൻ, അതിനെ ന്യൂക്ലിയർ ത്രെട്ട് എന്നുള്ള രീതിയിൽ നെതന്യാഹു പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്, ഇസ്രായേലിന്റെ നിലനിൽപ്പിൽ ഭീഷണിയാണ് ഇറാൻ എന്നുള്ളതാണ്.